പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻസ് എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ, അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബാംബെക്ക് ഇവിടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. സാർ വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണോന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാ മൂഞ്ചി ഇടിച്ചു വിടും. നടക്കാത്ത കാര്യം കള. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഈസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ.